മീനച്ചിൽ ഹോംസ് എന്ന് നിൽക്കുന്നത് ഏറ്റുമാനൂരാണ്. ഏറ്റുമാനൂർ പട്ടിത്താനം റൗണ്ടാനം നമുക്കറിയാം. ഏറ്റുമാനൂർ മണർകാട് ബൈപ്പാസ് തുടങ്ങിയപ്പോൾ മുതൽ അതിനു മുൻപ് തന്നെ റൗണ്ടാന ഏറ്റുമാനൂർ ടൗണിന്റെ ഒരു ഭാഗമായി മാറിയിരുന്നു. തവളക്കുഴി പട്ടിത്താനം റൗണ്ടാനയിലാണ് മണർകാട് ബൈപ്പാസ് വന്ന് അവസാനിക്കുന്നത്. അവിടുന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ 3/4 കിലോമീറ്റർ ദൂരം മാത്രം മാറിയിരിക്കുന്ന ആ ജംഗ്ഷനിൽ നിന്ന് മാറിയിരിക്കുന്ന ആ എറണാകുളം റോഡ് ഏറ്റുമാനൂർ എറണാകുളം റോഡിൽ നിന്ന് നമുക്ക് ഒരു ഹൈവേയിൽ നിന്ന് ഒരു 150 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന ഒരു 8 സെന്റ് സ്ഥലത്തിലെ കിണർ വെള്ള സൗകര്യത്തോടുകൂടി ഒരു 2 നില വീട് 2300 സ്ക്വയർ ഫീറ്റോളമുള്ള 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു 2 നില വീടിന്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. അപ്പോൾ ഈ വീട് ചോദിക്കുന്ന വില 83 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാൻ. നല്ല ഗംഭീരമായിട്ട് തന്നെ പണി തീർത്തിട്ടിരിക്കുന്ന ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് അറിയാറുണ്ട്. ഫ്രണ്ടിൽ നിന്ന് നോക്കിയാലും അകത്തേക്ക് കയറി നോക്കിയാലും എല്ലാം നല്ല ക്യൂട്ടായിട്ട് തന്നെ പണി തീർത്തിട്ടിരിക്കുന്ന വീടാണ്. നമുക്ക് ഈ വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങളോടുകൂടി നമുക്ക് ഈ വീട് സ്വന്തമാക്കാം. അപ്പോൾ ഇതാ നമുക്ക് വീടിന്റെ അകത്തെ ദൃശ്യങ്ങൾ കാണാം. മീനച്ചിൽ ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഇത് പഞ്ചായത്ത് റോഡിൽ നിന്നുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ തുടങ്ങിയാണ്. ടാർ റോഡാണ് പഞ്ചായത്തിൽ. ഏറ്റുമാനൂർ എറണാകുളം റോഡിൽ നിന്നും 150-200 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന നല്ല വൃത്തിയായിട്ട് പണിതിരിക്കുന്ന ഒരു പുതുപുത്തൻ 2 നില വീടിൻ്റെ ദൃശ്യങ്ങളിലൂടെയാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ. ഇത് 88 ലക്ഷം രൂപ മാത്രം ചോദിക്കുക മാത്രം ചെയ്യുന്ന നല്ല ഗംഭീരമായിട്ടുള്ളൊരു വീടാണ് നിങ്ങളീ കാണുന്നത്. അതിമനോഹരമായ ദൃശ്യങ്ങളിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ. നല്ല ഒരു പച്ചപ്പൊക്കെ നിറച്ചിരിക്കുന്ന നല്ലൊരു മുറ്റമുണ്ട്. അതുപോലെ തന്നെ നല്ല ടെക്സ്ചർ വർക്കൊക്കെ ചെയ്തിരിക്കുന്ന നല്ല ഒരു വീടാണ്. ബാക്ക് സൈഡിലേക്കൊക്കെ നല്ല വ്യൂ ഉണ്ട്. 8 സെന്റ് സ്ഥലത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് തന്നെ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് എന്നാൽ കാണക്കാരി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടിൻ്റെ ദൃശ്യങ്ങളിലൂടെയാണ് മീനച്ചിൽ ഹോംസ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുക. ഇപ്പുറത്തെ ബാക്ക് സൈഡിലാണ് കിണർ. നമ്മൾ ചുറ്റും നടന്ന് സമയം കളയുന്നില്ല. അതുകൊണ്ട് നമ്മൾ നേരെ വീടിനകത്തെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. എൽ ഷേപ്പിലാണ് സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുക. മൊത്തം തേക്കൻ തടികളാൽ നിർമ്മിതമായ ഡോറുകളാണ് നമ്മളീ കാണുന്നത്. നമ്മൾ നേരെ ഡോറ് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. തേക്കൻ തടികളാൽ നിർമ്മിതമായ ഒരു ഫ്രണ്ട് ഡോറ്. നല്ലൊരു ഡിസൈൻ വർക്കുണ്ട്, എന്നാൽ സിമ്പിളാണ്. ഇവിടെ ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ കയറിയത്. നല്ല ജിപ്സം വർക്കുകളാൽ നിർമ്മിതമായ നല്ല ഇൻറ്റീരിയർ വർക്കുകളാൽ നിർമ്മിതമായ നല്ലൊരു വീട് തന്നെയാണിത്. 4 ബെഡ്റൂമാണ്. 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. ഇവിടെ നമ്മുടെ ഡൈനിങ് ഹോളുമായിട്ടുള്ളൊരു പാർട്ടീഷൻ വർക്കാണ് നമ്മളിവിടെ കാണുക. ഇതാണ് വാഷ് ഏരിയ കൊടുത്തിരിക്കുക. നല്ലൊരു വാഷ് ഏരിയ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങിയാണ്. ഡൈനിങ് ഹാള് നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാള് തന്നെയാണ്. കാരണം ഇവിടെ ഒരു ഇടയ്ക്ക് മറ്റു മുറികളിലേക്കൊന്നും പാസേജ് പോയിട്ടില്ല. കിച്ചണിലേക്ക് മാത്രമേ ഒരു പാസേജ് പോയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരിക്കലും ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശല്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ വലിയ വലിയ ഡൈനിങ് ഹാളൊക്കെ ആണെങ്കിൽ ബെഡ്റൂമുകളിലേക്ക് 4 ബെഡ്റൂമിലേക്കുള്ള പാസേജും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡൈനിങ് ഹാളിൻ്റെ വലിപ്പം കുറഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാളാണ്. മൾട്ടിവുഡ് കൊണ്ടുള്ള കബോർഡുകളാൽ നിർമ്മിതമായ നല്ലൊരു കിച്ചണിലേക്കാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുന്ന ഗ്രാനൈറ്റ് ആണ്.
കബോർഡുകൾ കംപ്ലീറ്റ് മൾട്ടിവുഡ് ആണ്, നല്ല മൾട്ടിവുഡ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുക. ഇവിടെ വർക്ക് ഏരിയ ചെയ്തിട്ടുണ്ട്, പുകയില്ലാത്ത അടുപ്പ് ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ കിച്ചൺ വഴി നമ്മുടെ അടുത്ത ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. നല്ല വലിപ്പമേറിയ കിച്ചണാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇതാണ് ഡൈനിങ് ഹോള്. അപ്പോൾ നല്ല എയർ സർക്കുലേഷനൊക്കെ കിട്ടാവുന്ന രീതിയിൽ നല്ലൊരു വൃത്തിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുക. ഇവിടെ നമ്മുടെ ലിവിങ് ഏരിയ ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ഈ സൈഡ് 2 ബെഡ്റൂമാണുള്ളത്, അറ്റാച്ച്ഡ് ആയിട്ടുള്ള 2 ബെഡ്റൂമാണുള്ളത്. നമുക്ക് ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. വലിപ്പമേറിയ ബെഡ്റൂമുകൾ തന്നെയാണ് ഇത്. വെർട്ടിഫൈഡ് ടൈലാണ് കൊടുത്തിരിക്കുക. ഇത് ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് കൂടിയാണ്. അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമിൻ്റെ ഡ്രസ്സിങ് ഏരിയയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെയാണ് ടോയ്ലറ്റ്. ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഒത്തിണക്കി തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു വീട് തന്നെയാണിത്. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്ക് അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് ലോൺ കൊടുക്കുക. ഫുൾ ലോൺ വേണ്ടവർക്കും അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. മുഴുവൻ തുകയും ലോൺ വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള വരുമാന സോഴ്സ് വേണം എന്ന് മാത്രമാണ് അതിനകത്തെ ഡിമാൻഡ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുമാന സോഴ്സ് ഉണ്ടെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 50 ലക്ഷം രൂപയ്ക്ക് ലോൺ കിട്ടാനുള്ള വരുമാന സർട്ടിഫിക്കറ്റാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഫുൾ ലോൺ എന്ന് നമ്മൾ ഈ വീടിനെ പറയുമ്പോൾ അത് കിട്ടിയെന്ന് വരില്ല. നമുക്കൊരു 88 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു റേറ്റിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാലറി ഉണ്ടെങ്കിൽ മാത്രം വീടിൻ്റെ വാല്യുവേഷൻ നമുക്ക് ഫുൾ വാല്യുവേഷൻ വെച്ച് തരാം എന്നാണ് നമ്മൾ പറയുക. അല്ലാതെ നിങ്ങൾക്കിപ്പോൾ സാലറി ഒരു വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഒരു 60,000 രൂപ സാലറിയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് 30 ലക്ഷം രൂപ ലോൺ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ 1 ലക്ഷം രൂപയാണ് വിദേശത്തെ സാലറി, അങ്ങനെയുള്ളവർക്ക് 50 ലക്ഷം രൂപയാണ് ലോൺ കിട്ടുക. ആ ഒരു ലോണും വെച്ച് നമുക്ക് 50 ലക്ഷം ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം നിങ്ങൾക്ക് 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ സാലറി ഉള്ള ഒരാളാണെങ്കിൽ 1 കോടി രൂപ ഒരു ലോൺ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് അത്രയും തുക എടുക്കാൻ താല്പര്യമില്ല. അപ്പോൾ 88 ലക്ഷം രൂപ മാത്രമാണ് എടുക്കാൻ താല്പര്യമെങ്കിൽ നമുക്ക് ഈ വീട് നിങ്ങളുടെ സാലറി വെച്ച് ഓക്കെ ആണെങ്കിൽ ബാക്കി ഫുൾ ലോൺ വെച്ച് തരുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രമിച്ച് നോക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാക്സിമം ലോൺ ഇട്ട് തരാവുന്നതാണ്. നമ്മൾ ലോണിൻ്റെ ഏകദേശ രൂപങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പലർക്കും ലോണിനെ കുറിച്ചൊരു അറിവില്ല, അല്ലെങ്കിൽ ഒരു ജ്ഞാനത കുറവുണ്ട് ചില ആളുകൾക്കെങ്കിലും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടും ലോണുകളെ പറ്റിയൊക്കെ നമ്മളെപ്പോഴും പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവരൊക്കെ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ലോൺ കിട്ടാൻ എലിജിബിലിറ്റി ഉള്ളവരായിരിക്കും. പക്ഷേ അവർക്കൊക്കെ ലോൺ കിട്ടുമോ ഇല്ലയോ എന്ന് ഭയന്നിരിക്കുന്നവരുണ്ട്. ഒന്നും ഭയക്കണ്ട. കാരണം നമുക്കൊരു നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റ് ഒന്ന് അയച്ചു തന്നു കഴിഞ്ഞാൽ അത് ബാങ്കിലേക്ക് അയച്ചു കൊടുത്ത് അവർ ഓക്കെ ആണോ ഇല്ലയോ എന്ന് പറയുന്ന കാര്യം നമ്മൾ ഏറ്റു. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ലോണുകളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള പ്രോസസ്സിങ്ങോടുകൂടി ലോണുകൾ അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുന്നതാണ്. ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരാം നമ്മൾ. അതുകൊണ്ട് മീനച്ചിൽ ഹോംസിൻ്റെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നല്ല വീടുകൾ സ്വന്തമാക്കാൻ പറ്റട്ടെ. നല്ല ലോണുകൾ എടുക്കാനായിട്ട് ലോൺ എടുക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നില്ല. എങ്കിൽ പോലും ഒരു വീട് മേടിക്കാനും മുഴുവൻ കാശും കയ്യിലുണ്ടായിട്ട് മേടിക്കാനിരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് ലോൺ എടുത്ത് മേടിക്കുക. നമ്മുടെ എപ്പം കൂടുതൽ കാശുണ്ടാകുന്നപ്പോൾ നമുക്ക് അടച്ച് ക്ലോസ് ചെയ്യാം.
ആ ഒരു മെത്തേഡിൽ തന്നെ ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് നിങ്ങൾ ഇതാണ് നമ്മുടെ ഒരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. അവിടെയും ടൈലൊക്കെ ഒട്ടിച്ച് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം മേളിൽ 2 ബെഡ്റൂം കൂടിയാണ് ഉള്ളത്. മേളിൽ 2 ബെഡ്റൂമുകൾ കൂടിയാണ് ഉള്ളത്. നമുക്കതൊന്ന് കണ്ടിട്ട് നമുക്ക് വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യാം. മീനച്ചിൽ ഹോംസിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ, ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എപ്പോഴും മറക്കാതെ വിളിക്കുക. ഏറ്റുമാനൂർ ടൗണിൽ നിന്നും ഏകദേശം എന്ന് പറയാൻ തന്നെ പറ്റില്ല. ഏറ്റുമാനൂർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പട്ടിത്താനം റൗണ്ടാനയുടെ അവിടെ വരെയും ഏറ്റുമാനൂർ ടൗണാണ്. ഏറ്റുമാനൂർ പട്ടിത്താനം ആ ഭാഗമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണക്കാരി പഞ്ചായത്താണ്. ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിക്കുള്ളിൽപ്പെട്ടതല്ല എങ്കിൽ പോലും അവിടെയും ടൗണാണ്. ആ ടൗൺ അങ്ങ് വ്യാപിച്ച് കണക്കാരി വരെയും ടൗണാണ് എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആയിക്കഴിഞ്ഞു. അങ്ങനെ പറയുകയാണെങ്കിൽ ഏറ്റുമാനൂർ ടൗണിൽ നിന്ന് 150-200 മീറ്റർ ദൂരം എന്ന് പറയേണ്ടി വരും. പക്ഷെ നമ്മൾ പറയും ഏറ്റുമാനൂർ എറണാകുളം റോഡിൽ കണക്കാരി വരെ എത്തേണ്ട, അതിന് മുൻപ് മെയിൻ റോഡിൽ നിന്നും 150-200 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയിരിക്കുന്ന നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട് തന്നെയാണ് ഇവിടെ. അപ്പോൾ പുതുപുത്തൻ വീഡിയോസുമായി മീനച്ചിൽ ഹോംസ് എന്നും നിങ്ങളുടെ മുന്നിലൂടെ വരുമ്പോൾ ഈ വീഡിയോയൊക്കെ കാണുമ്പോൾ അതിനൊരു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യുവാനൊന്നും മറക്കരുത്. ഇതാണ് 4ാമത്തെ ബെഡ്റൂം. 4ാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് 2300 സ്ക്വയർ ഫീറ്റ് വീട് 88 ലക്ഷം രൂപ ചോദിക്കുന്നു. നെഗോഷ്യബിളാണ്. അങ്ങനെ പുതുപുത്തൻ വീഡിയോസുമായി മീനച്ചിൽ ഹോംസിൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ കൂട്ടുകാർക്കൊക്കെയായി ഷെയർ ചെയ്യുവാനും മടിക്കരുത്. അപ്പോൾ പുത്തൻ വീഡിയോസുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.